അന്ന് രാത്രി എടാ കുണ്ടെന്ന് വിളിക്കല്ലടാ, സത്യമായിട്ട് വിളിക്കല്ലടാ. അത് ഞാൻ ചെയ്യാത്ത കാര്യടാ. ഓൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആക്കിയെടുത്ത് ഇതാടാ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരണ്ടേ, മനസ്സിലായോ? ഇല്ലാത്ത കാര്യവും പറഞ്ഞിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്നെ പിടിക്കുന്ന വരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഇവിടെ ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പോൾ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും, എപ്പാന്നറിയില്ല. പിടിക്കുന്ന വരെ ലൈവിൽ തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലായോ? ഇതിലാണല്ലോ ഇതെല്ലാം ഇതായത്. അപ്പം ഇതിൽ തന്നെ തീരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ. ഡബ്ല്യു ഷമീർ ഫോർ ഷോയിങ് തൊപ്പി റിയൽ ഫേസ്. എടാ അതിന് എന്നിട്ട് അനക്കെന്താടാ കിട്ടിയത്? അനക്കെന്താ കിട്ടിയത്? എനിക്ക് മെന്റൽ ഇതോ? മിനിയാന്ന് രാത്രി പോലീസുകാർ വന്നെന്ന് പറയും. മിനിയാന്ന് രാത്രി എന്തോ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ കാണുന്ന എന്താ അറിയോ? ഞാൻ ഒരു 3-4 ദിവസമായിട്ട് അതിന് മുമ്പ് ഉറങ്ങിയിട്ടില്ല. കാരണം ഉറങ്ങാൻ പറ്റൂലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പെട്ടെന്നുണ്ട് കാലില് കണ്ണുനീര് ഉറ്റുന്നു. ആരത്? ജാസിന്റെ കണ്ണീരുറ്റുന്ന അങ്ങനെ ഞാൻ എണീക്കുന്നത്, മനസ്സിലായോ? എല്ലാവരും പോയി മനസ്സിലായോ? എല്ലാവരും ഓടി. ഈവനും കൊണ്ട് ഉള്ള എല്ലാവരും ഓടി, മനസ്സിലായോ? ഞാനും ഓടി, മമ്മു ഓടി, ജാസ് ഓടി, എല്ലാവരും ഓടി. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് നമ്മളെ ഇതിൻ്റെ ഇതാക്കിയിട്ട് ബാക്കി എല്ലാവരും ഒരാളെ പിടിച്ചിട്ട് നമ്മളാന്ന് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്ത അവരെല്ലാം പൈസയും ഉണ്ട്, അവരെല്ലാം വേണ്ട ഇൻഫ്ലുവൻസും ഉണ്ട്, ഇതുകൊണ്ട്. അതുകൊണ്ട് അവരെ ഇതിൽ ഇതാക്കും. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പം വേണമെങ്കിലും പിടിയുക, എപ്പം വേണമെങ്കിലും. ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും പിടിക്കും, അത് ഉറപ്പാ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് പോയി കിട്ടി. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്ന കാര്യം. നമ്മൾ ഈ കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചേട്ടാ, ഞാൻ പറഞ്ഞതിലൊന്നും ഒന്നും തെറ്റില്ലടാ. അവൻ ആ നാറി ഇല്ലാത്തൊരു വീഡിയോ എടുത്ത് ഇട്ടല്ലോ അവന്. ഞാൻ അവൻ്റെ ഇട്ട ഒന്നും ഫേക്കല്ല, മനസ്സിലായോ? ആ നാറി ഇല്ലാത്തൊരു വീഡിയോ, അതായത് ശരിയാന്ന്, ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് ആ സംഭവം. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് അറിയില്ല. അപ്പൊ ഈ മമ്മു എന്ന് പറയുന്ന നാറി ഇങ്ങനെ എന്താ തുടരും പിടിക്കാനും വേണ്ടി ഇങ്ങനെ വന്നു. അതുപോലെ അങ്ങനെ കൺവേർട്ട് ചെയ്തു, മനസ്സിലായോ? നന്മവരം കളിച്ചവൻ കൺവേർട്ട് ചെയ്തു. എന്താടാ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലടാ, എന്താടാ? ഇത് കോംപ്രമൈസ് ബ്രോ വിത്ത് തൊപ്പി. കോംപ്രമൈസ് ബ്രോ വിത്ത് എന്തിനാടാ കോംപ്രമൈസ് ചെയ്യണ്ടേ? അപ്പൊ സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണോ? സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണം എന്നാണോ പറയുന്നത്? അങ്ങനെയാണ്. അങ്ങനെ ഇത്രയും ഇതാക്കിയിട്ട് ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യണമെന്നോ? ഇല്ലടാ, കോംപ്രമൈസും ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞതിലോ ഞാൻ ചെയ്തതിലോ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. ഞാൻ കാണിച്ചത് റിയൽ ഫേസ് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ആയിരിക്കും അധികം ആൾക്കാരിലേക്ക് ഈ ലൈവ് എത്തിക്കാണ്ടിരിക്കും. അതായത് ഞാൻ സ്റ്റോറിയോ ഒരു ലൊട്ടി വിടാണ്ട് ഞാൻ വന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് ആരും അറിയിക്കാണ്ടിരിക്കുക, ലൈവുള്ള ആരും അറിയാണ്ടിരിക്കുക, ആരും അധികം വരാണ്ടിരിക്കുക. ആ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ജാസും മമ്മു എവിടെ? അവരെല്ലാം പോയി, അവരെല്ലാം ഓടി, മനസ്സിലായോ? അവരെല്ലാം ഓടി, മനസ്സിലായോ? എല്ലാരും പോയി. ഇതിപ്പോ ഡ്രഗ് ടെസ്റ്റ് എല്ലാം നടത്തി ബ്രോ. അതിന്റെ റിസൾട്ട് വാങ്ങാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, മനസ്സിലായോ? എന്താണെന്നൊന്നും അറിയില്ല. അതിനിപ്പോ എന്ത് പറ്റും? എക്സൽ ന്യൂ GTA ഒക്കെ എങ്ങനെ ചെയ്യടാ? ജീവിതം നാട് വിട്, ഫൈറ്റ് പീസ്. ഏടെ നാട് വിട്ടാന് ഈ പറയുന്നത്? ഏടെ നാട് വിട്ടാലും പൊക്കോടാ, എന്തായാലും പൊക്കും, മനസ്സിലായോ? എവിടെ നാട് വിട്ടാലും പൊക്കും. ഒറ്റപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒറ്റപ്പെട്ടു മോനെ. പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നും ഇല്ല, എന്താന്നൊന്നും അറിയില്ല.
ഉം. കൊറേ ന്യൂസ് ഉണ്ട് ഇതുണ്ട് എന്നെല്ലാം അറിയാം, വേറെ ഒന്നും അറിയില്ല, ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്തെങ്കിലും അറിയുമ്പോൾ പേടിയും ഇതും വന്ന് ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നു. ആദ്യം വരുന്ന ചിന്ത പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാ. കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ബാക്കിയുള്ള ഇത് നോക്കുമല്ലോ. അങ്ങനെയും ചിന്തിച്ച് ഏഹ് അങ്ങനെയും ചിന്തിച്ച് എന്തിനാ മമ്മുവിന്റെ മുമ്പിൽ വെച്ച് ഇതാക്കിയെന്നടാ. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, നമ്മളെല്ലാരും ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോ മനസ്സിലായി അങ്ങനെ എന്താടാ എനിക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ലടാ. ഏഹ് എടാ അതെല്ലാം നമ്മൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് ഇതാക്കുന്നല്ലേ. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇവന്മാരിങ്ങനെ ചെയ്യുമെന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ബാക്കിയുള്ള ഇവന്മാരെ സത്യങ്ങൾ ഞാൻ പൊളിച്ചു. എന്നിട്ട് ഇവന്മാർ ഇത് നന്മവരും കളിച്ച് ജനങ്ങളെയും പറ്റിച്ചിട്ട് നിങ്ങളെയും മണ്ടന്മാരാക്കി ഇതാക്കാന്നാന്ന് വിചാരിച്ചത്. ഞാൻ ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നെ അങ്ങനെ തന്നെ വിചാരിക്കുക. ഇതിപ്പോ അവന്റെ സത്യം കൂടി പുറത്ത് വന്നല്ലോ. ഓൻ നന്മ കളിച്ചിട്ട് ഇതാക്കില്ല. അങ്ങനെ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആരും അങ്ങനെ നന്മ കളിച്ചുകൊണ്ട് പോകണ്ട. ഓന്റെ റിയൽ ഫേസ് അങ്ങനെ കാണിക്കണം. ഒന്നാമത് എന്റെ അത് റിയൽ അല്ലടാ. അതിന്റെ ഫുൾ വീഡിയോ ഇടാൻ പറയടാ. അതിന് ഫുൾ വീഡിയോ ഇല്ലടാ, മനസ്സിലായ? അതിന് ഫുൾ വീഡിയോ ഇല്ല. അതാ ഫസ്റ്റത്തെ കാര്യം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ വല്ലാത്തൊരു കാര്യം മനസ്സിലാക്കി. ഈ ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും, മനസ്സിലാ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഈ ലോകത്ത് ഇന്ത്യ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് പരിപാടിയും നടക്കും, മനസ്സിലാ? പൈസ ഇല്ലാണ്ട് നമ്മൾ ഈ പൈസ ഉള്ള ആൾക്കാരെ ഇതാക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലായി. ആ സത്യം എനിക്ക് മനസ്സിലായി. പൈസ ഇല്ലാണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അപ്പൊ എപ്പം വേണമെങ്കിൽ ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒന്നിക്ക് ഇപ്പൊ തന്നെ ചിലപ്പം വന്ന് പൊക്കും, അല്ലെങ്കിൽ നാളെ. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്നെ പൊക്കാത്തിടത്തോളം കാലം ഞാൻ ലൈവ് ചെയ്യും. പൊക്കാത്തിടത്തോളം കാലം ഞാൻ രാത്രി 10 മണിക്ക് കിക്കിൽ ലൈവ് ചെയ്യും. പോലീസ് വിളിച്ചോ? അതിനിടെ ഫോണും ഇതെല്ലാം സ്വിച്ച് ഓഫ് ആവും. എല്ലാം ഇതാക്കി അപ്പാട് ഇതാവും. പറ്റുന്നത്ര രക്ഷപ്പെടാൻ പറ്റുന്നത്ര ജീവനും കൊണ്ട് രക്ഷപ്പെടാന്നുള്ള. സ്ഥലം എവിടെയാ? സ്നാപ്പ് ആയിട്ട് പിടിച്ചു കൊടുക്കാനല്ലടാ. 1000 ശത്രുവിന് എന്താ? ഹൂ ടേക്ക് ദ വീഡിയോ? എടാ ആ വീഡിയോ എടുത്തത് തൊപ്പി അല്ലെങ്കിൽ റാംബോ. ഇവരല്ലാണ്ട് ഒരിക്കലും വേറെ ആരും ആ വീഡിയോ എടുക്കൂല. അപ്പൊ ഇവരിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ, ഒന്നാമത് ഉമ്മ സത്യമായിട്ട് അങ്ങനെയല്ല. ഇനിയിപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവരതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? എടാ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാ പോരെടാ. ലൈവിൽ സൂയിസൈഡ് ചെയ്യും നിങ്ങൾക്ക്. വൈ ആർ യു സ്കെയറിങ് ബ്രോ? എടാ ബ്രോ ഒന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? എന്തൊക്കെയാ നടക്കുന്നതൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഞാനും എല്ലാം അറിയില്ല. ഇങ്ങനെ കൊറേ ഇതുണ്ട് അതുണ്ട് എന്നറിയാം. എന്തൊക്കെയാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല, മനസ്സിലാ? ജയിൽ സ്ട്രീം ചെയ്യാനോ? ജയിലിലെല്ലാം എങ്ങനെയാടാ സ്ട്രീം ചെയ്യല്? എന്താടാ പറയുന്നത്?